ഒ പിയിൽ വരുന്ന ചില അമ്മമാരെങ്കിലും പരാതി പറയാറുണ്ട്. മക്കളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ടീനേജിലുള്ള മക്കളെ ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സെൻസിലല്ല എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല അമ്മമാരും പരാതി പറയാറുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല, സമയത്തിന് പഠിക്കില്ല, സമയത്തിന് ഉറങ്ങില്ല. അങ്ങനെയൊക്കെ പല പരാതികളാണ് ടീനേജായ കുട്ടികളെ പറ്റി അമ്മമാർ പറയാറ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടീനേജിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവ വ്യത്യാസം? പല അമ്മമാരും പറയും പ്രായത്തിൻ്റെയാണ്. ശരിയാണ്, പ്രായത്തിൻ്റെയാണ്. അപ്പോൾ എന്താണ് ടീനേജിന് അത്രയും പ്രത്യേകത? അതായത് ടീനേജ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഫിസിക്കലായിക്കോട്ടെ, ഇമോഷണലായിക്കോട്ടെ, അതുപോലെ മെൻ്റൽ ഒരു ട്രാൻസ്ഫോർമേഷൻ മേജറായിട്ട് നടക്കുന്ന ഒരു ഏജാണ് ടീനേജ്. അപ്പോൾ ആ ഏജിൽ പല ഹോർമോണൽ ഇംബാലൻസും ഉണ്ടാകും. എന്നുവെച്ചാൽ ഇംബാലൻസ് ഇൻ ദ സെൻസ് നോർമലായിട്ട് ഉണ്ടാകുന്ന ഇംബാലൻസ്, അതായത് രോഗം ഉണ്ടാക്കുന്നതല്ല. പല ഹോർമോൺ വെച്ചാൽ വളർച്ചാ ഹോർമോണുകളും ഒക്കെ വളരെയധികം ശരീരത്തിൽ ഉണ്ടാവേണ്ട ഒരു സമയമാണ്. കാരണം അവർ അഡോളസെൻ്റ്, അതായത് അഡൽട്ട് ആവാൻ പോവുകയാണ്, കുട്ടിത്തം വിട്ട് അഡൽട്ട് ആകാൻ പോകുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഹോർമോൺ വ്യതിയാനങ്ങളും കാണും. അതിൻ്റേതായ സ്ട്രെസ്സും എന്നുവെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ള സ്ട്രെസ്സും എല്ലാം കൂടി ആകുമ്പോഴാണ് അവർക്ക് ഈ ഒരു ഇമോഷണലി ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നത്. അപ്പോൾ ഇതിന് ആയുർവേദത്തിൽ ഇതിന് പറയും പിത്തദോഷം പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഏജാണ് ഈ ഏജ്. പിത്തദോഷം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതിന്. അതായത് ഹോർമോണൽ സംഭവങ്ങളും മെറ്റബോളിസം ഒക്കെ വളരെയധികം വെച്ചാൽ ഹൈ റേറ്റ് ഓഫ് മെറ്റബോളിസം, അതുപോലെ ഹോർമോണൽ ചേഞ്ച് ഒക്കെ ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ടീനേജ്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക, ആ ഒരു ഇമോഷണൽ ആണെങ്കിലും അതുപോലെ ഇവരുടെ കോൺസെൻട്രേഷൻ അങ്ങനെ വെച്ചാൽ അവർക്ക് മെൻ്റലി ഒരു സ്ട്രെസ് ഉള്ള സമയമാണ്. അപ്പം നമുക്കതിന് ഈ പാരൻറ്റിങ്ങിൽ വരുമ്പോൾ നമ്മൾ അവർ ചീത്ത പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട്, അതായത് ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആ ഒരു പീരീഡിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് ചെയ്താലാണ് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾക്ക് ഒരു അവർ മെൻ്റലി സപ്പോർട്ടഡ് ആണ് എന്നുള്ള ഒരു തോന്നൽ വരാനും അതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ കമ്പാരിസൺ ഒഴിവാക്കിയിട്ട് അവർക്ക് ആ ഏജിൽ ഒരു എല്ലാത്തിനും ഒരു സപ്പോർട്ടാണ് വേണ്ടത്, അതായത് ഒരു മോട്ടിവേഷനാണ് വേണ്ടത്. പണ്ട് നമ്മൾ ചീത്ത പറഞ്ഞിരുന്നു, അതല്ലേ പഠിക്കാത്തതിന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓടിപ്പോയിരുന്നു പഠിക്കും. എന്നുവെച്ചാൽ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ. ടീനേജിലേക്ക് കടക്കുന്നതോടുകൂടി അവർക്ക് അഡൽട്ട് ആയിട്ടുമില്ല, എന്നാൽ കുട്ടികളുടെ ആ ഒരു കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ വേണ്ടത് അവർക്ക് മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് ആണ്. ആ സ്റ്റേജിൽ അവർക്ക് ഏറ്റവും വ്യത്യാസം. അവർ ഒരു സ്റ്റേജ് വരെ നമുക്ക് അവരെ ആ പാരൻറ്റിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജ് ഒന്ന് മാറ്റി എടുത്താലാണ് നമുക്ക് ആ ടീനേജിലുള്ള കുട്ടികളെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇവർക്ക് നല്ല ഫുഡുകൾ ചൂസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇവർക്ക് താല്പര്യം പുറത്തുള്ള ജങ്ക് ഫുഡും ഒക്കെ ആയിരിക്കും. ഈ ജങ്ക് ഫുഡിൻ്റെ ഒരു ദോഷവശം നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡ് എന്ന് പറയുന്നതും ജങ്ക് ഫുഡ് എന്താണ് ചെയ്യുന്നതെന്നും. അപ്പോൾ ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഇവർക്ക് ഹൈ എനർജിയാണ് കിട്ടുക. അപ്പോൾ ഇവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുമെങ്കിലും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതത്ര നല്ലതല്ല. എന്നുവെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. ഓൾറെഡി ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലേക്ക് ഹോർമോണൽ ഇംബാലൻസ് ഒരു ആരോഗ്യകരമല്ലാത്ത രീതിയിൽ ഇംബാലൻസ് വരുമ്പോൾ അത് ആ സമയത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും, പെൺകുട്ടികളാണെങ്കിൽ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റി മുതൽ ആക്നെ തുടങ്ങി അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ആൺകുട്ടികളാണെങ്കിൽ ഇതുപോലെ ആക്നെ, സ്വഭാവ വൈകൃതങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനും ഈ ഒരു സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്താണ് പാരൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കെയർ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റെജിമെൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതിലെല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതായത് നെല്ലിക്ക, അതുപോലെ നെയ്യ്, പാല്, അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഇതൊക്കെ മീലിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹോം കുക്ക്ഡ് ഫുഡ് കൊടുക്കാൻ പ്രിഫറൻസ് കൊടുക്കുക. സ്വീറ്റ്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒരു കൺട്രോൾ ചെയ്തിട്ട് കൊടുക്കാൻ. അതിപ്പം PCOS അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഷുഗർ കട്ടും അതുപോലെ കാർബോഹൈഡ്രേറ്റൊക്കെ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഏജിനെ, അതായത് ഈ ഒരു ഏജിൽ ഉണ്ടാകാൻ പോകുന്ന
PCOSൻ്റെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ചിലപ്പോൾ ഹെയർ ഫോൾ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ആക്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ ബോഡി വെയ്റ്റിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഏജിൽ നന്നായിട്ട് കെയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് സ്ക്രീൻ ടൈം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് കാര്യങ്ങളാണ്, ചിലർക്ക് മ്യൂസിക് ആയിരിക്കാം, ഡാൻസ് ആയിരിക്കാം, ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് ആയിരിക്കാം, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഇവരെ അവർക്കുള്ള ലെഷർ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ ടൈപ്പ് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ ഇവർക്ക് ഈ സമയത്ത് കറക്റ്റായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് അവർക്ക് വളർച്ചയുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഏജ് ആയതുകൊണ്ട് തന്നെ 7 to 8 hours അവർക്ക് സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് ഇവരുടെ അടുത്ത് പറയുകയും ചെയ്യുക. കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ആ സമയത്താണ് വളർച്ച ഉണ്ടാകുക. ആൺകുട്ടികൾക്ക് പിന്നെയും ബോഡി വെയ്റ്റും അതുപോലെ ഹൈറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പീരീഡാണിത്. അപ്പം അവർക്ക് ഈ സമയത്ത് കിട്ടുന്ന ആ കെയർ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഫിസിക്കലി ആ ചേഞ്ചസിനുള്ള ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പീരീഡിൽ കുട്ടികൾ കംപ്ലൈൻറ്റ് പറയുന്നത് കോൺസെൻട്രേഷൻ ഇല്ല, അതല്ലെങ്കിൽ മെമ്മറി പഴയ പോലെ മെമ്മറി ഇല്ല, പഠിക്കാൻ അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ ഇതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ടുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതിൽ ബ്രഹ്മി, അശ്വഗന്ധ അങ്ങനത്തെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗീസും അതുപോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻസും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയതിന് ശേഷം മാത്രം അവരെ കണ്ടീഷൻ നോക്കിയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കോൺസെൻട്രേഷൻ്റെയും അതുപോലെ ലാക്ക് ഓഫ് മെമ്മറി, അതുപോലെ ഇറിറ്റബിലിറ്റി, ഇമോഷണലി ഒരു എന്താ പറയുക ഡാമേജഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾക്ക് ഒരു പരിധി വരെ ഈ മെഡിക്കേഷൻസ് കൊണ്ടൊക്കെ ഒരു പരിധി വരെ ഇവർക്ക് ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു കുട്ടികളും പാരൻസും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വളരെയധികം ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. ഫ്രണ്ട്സ് ഉണ്ടാവും, ഓഫ് കോഴ്സ് ഫ്രണ്ട്സും അതുപോലെ അവർക്ക് വളരെ അടുത്ത കുട്ടികൾ ക്ലാസ്മേറ്റ്സും ഒക്കെ ഉള്ള സമയമാണ്. അതിൻ്റെ കൂടെ തന്നെ പാരൻസുമായിട്ടുള്ള ഒരു ബോണ്ടിങ് വളരെയധികം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ശരി.